ഞാൻ സ്ഥിരമായി ശ്രീ ദിനുവിനോട് വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ദിനു ഇപ്പോൾ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. അത്തരത്തിലുള്ളൊരു സമീപനമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ യഥാർത്ഥത്തിൽ ഡ്രഗ് യൂസേഴ്സിനെ വില്ലന്മാരായിട്ടല്ല, വിക്ടിംസ് ആയിട്ടാണ് കാണേണ്ടത്. അവരും ഡ്രഗ്സിന്റെ ഇരകളാണ്. വേടനെ ട്രോൾ ചെയ്യാനാണ് പലർക്കും താല്പര്യം. വേടൻ മുമ്പ് പറഞ്ഞത് വെച്ച് ഇതിനെ ട്രോൾ ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഒരു പക്ഷേ വേടനും അതിൽ പെട്ടുപോയതായിരിക്കാം. വേടന്റെ രാഷ്ട്രീയത്തോട് ബഹുമാന പുരസ്സരം വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാലും വേടനെ ശക്തമായി സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കൂടുതൽ അവസരങ്ങൾ നൽകാനും ചേർത്തു പിടിക്കാനുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട് നോക്കേണ്ടത്. തീർച്ചയായും വേടന് ക്ഷമ ചോദിക്കണം, പൊതുസമൂഹത്തോട് തെറ്റേറ്റു പറയണം, അല്ലെങ്കിൽ വേടന് എന്താ പറയുന്ന നിയമമനുശാസിക്കുന്ന ശിക്ഷകൾ കൊടുക്കണം. നമ്മൾ ഇവരെ കാണേണ്ടത്, നമുക്ക് ആരെങ്കിലും ഈ ഡ്രഗ്സിൽ പെട്ടുപോയാൽ അവരെ ട്രോളാനും അധിക്ഷേപിക്കാനും തെള്ളിക്കളയാനും നമ്മൾ ഹോളിയർ ദാൻ ദോ, അല്ലെങ്കിൽ ഞങ്ങൾ ബാക്കിയുള്ളവരെ കാട്ടി പവിത്രമാണ് എന്ന് പറയാൻ ഒരു അവസരമായിട്ടല്ല. പകരം നമ്മുടെ ഒരു സഹോദരന് പറ്റിയാൽ എന്ത് പറ്റും? താങ്കളുടെ ഒരു സഹോദരനെ ഈ ഡ്രഗ് കേസ് പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അത് തന്നെയാണ് വേടനോടും ഷൈൻ ടോം ചാക്കോയോടും അല്ലെങ്കിൽ നമ്മുടെ ശ്രീനാഥ് ഭാസിയോടും അല്ലെങ്കിൽ ഖാലിദ് റഹ്മാനോടും നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഒരു രാഷ്ട്രീയ വിഷയമല്ല, നമ്മുടെ സമൂഹത്തിനെ കാർന്നു തിന്നുന്നൊരു ക്യാൻസറാണ്. അപ്പോൾ ഒരു രോഗിയോടോ അല്ലെങ്കിൽ ബാധിക്കപ്പെട്ട വ്യക്തിയോട് പൂർണ്ണമായ അനുകമ്പയോടുകൂടി അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, പൊതുമണ്ഡലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. കാര്യം വേടനടക്കമുള്ള പല ആൾക്കാർക്കും ഇനി മനസ്സിൽ മടിയുണ്ടാകും, ചമ്മലുണ്ടാകും, അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഉണ്ടാകും. അവരെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കൂ, നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ നോക്കൂ. സഞ്ജയ് ദത്തിന്റെ തിരിച്ചുവരവ് നമ്മൾ ഏറ്റവും ആഘോഷിക്കേണ്ടതാണ്. ഇന്ന് ഡ്രഗ്സിനെതിരെ ഏറ്റവും നല്ല ക്യാമ്പയിനർ സഞ്ജയ് ദത്താണ്. രൺബീർ കപൂർ ആകട്ടെ, ഫർദീൻ ഖാൻ ആകട്ടെ, ഇവരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സമൂഹം ഏറ്റെടുക്കണം. ട്രോളി അകറ്റാനോ കളിയാക്കി അധിക്ഷേപിച്ച് അകറ്റാനോ അല്ല. നമ്മുടെ ജാതി, മതം, രാഷ്ട്രീയം ഇതെല്ലാം മാറ്റിവെച്ച് ഡ്രഗ്സിൽ പെട്ടുപോകുന്നവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഉദാത്തമായ ഒരു സമീപനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. ഇങ്ങനെ തന്നെയാണ് പോർച്ചുഗലിൽ ഡിസ്വേഷൻ കമ്മീഷൻ ഉണ്ട്, കാനഡയിൽ ഗുഡ് സമരിറ്റൻ ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ അങ്ങനെ സമീപനങ്ങളുണ്ട്. അതുകൊണ്ട് ഇവരെ പിടിച്ച് ഏതെങ്കിലും അടച്ചധിക്ഷേപിച്ച് തെള്ളുക എന്നൊരു സമീപനം മാറ്റി ഇവരെ റിഡംഷൻ അല്ലെങ്കിൽ വീണ്ടെടുപ്പ്. ഒറ്റ കാര്യം കൂടെ ഓർച്ചേ, മത്തായി സുവിശേഷം മനോഹരമായി പറയുന്നുണ്ട്, ഒരുവന് 100 ആടുകളുണ്ട്, ഒരു ആട് കൂട്ടം തെറ്റിപ്പോയാൽ എന്ത് സംഭവിക്കും? 99 ആടുകളെ സേഫാക്കി നിർത്തി നഷ്ടപ്പെട്ടു പോയ ആ ഒരു ആടിനെയാണ് ഇടയൻ തിരയുന്നതെന്ന് യേശുക്രിസ്തുവിന്റെ വചനമുണ്ട്. ആ ആട്ടിടേന്റെ മനസ്സ്, അല്ലെങ്കിൽ ആ യേശുക്രിസ്തുവിന്റെ മനസ്സാണ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകേണ്ടത്. ഇവരെല്ലാം തിരിച്ചു വരട്ടെ. വേടൻ ഇനിയും വന്ന് ഒരുപാട് നല്ല റാപ്പ് സോങ് ചെയ്യട്ടെ. ഡ്രഗ്സിനെതിരെ ശക്തിയുക്തം കൂടുതൽ ശക്തിയോടെ വരട്ടെ. ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഖാലിദ് റഹ്മാനും അല്ലെങ്കിൽ പിടിക്കപ്പെട്ട മറ്റു പലരും തിരിച്ചു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം.